السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. സൂറത്ത് ലുഖ്മാനിലെ 29-ാമത്തെ ആയത്തിനെയാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. أعوذ بالله من الشيطان الرجيم. ألم تر أن الله يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري إلى أجل مسمى وأن الله بما تعملون خبير. നീ കാണുന്നില്ലേ, അന്നല്ലാഹ, നിശ്ചയം പ്രപഞ്ചനാഥനായ അല്ലാഹു, യൂലിജുൽ ലൈല, രാത്രിയെ പ്രവേശിപ്പിക്കുന്നു, ഫിന്നഹാരി, പകലില്, യൂലിജുന്നഹാറ, പകലിനെ പ്രവേശിപ്പിക്കുന്നു, ഫില്ലൈലി, രാത്രിയിൽ, വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി, കുല്ലു യജ്രി ഇല അജലി മുസമ്മ, എല്ലാം അതിന്റെ നിർണിത അവധിയിലേക്ക്, അവധി കൊള്ളെ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിശ്ചയം അല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ ഗാഢമായി അറിയുന്നവനാണ്. നമ്മൾ നിരന്തരം ഓതിപ്പോകുന്ന ഒരു ആയത്താണ്. പ്രത്യക്ഷത്തില് ഏത് അറിവുള്ളവർക്കും അറിവിന്റെ ഏത് തലങ്ങളിൽ ജീവിക്കുന്നവർക്കും ഈ ആയത്തിന്റെ മേൽപ്പരപ്പിൽ നിന്നും അവർക്ക് ഇതിലെന്താണ് പറയുന്നത് എന്ന ആശയത്തെ, അവർ അനുഭവിക്കുന്ന ഒരു പ്രകൃതി പൊരുളിനെ എല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അള്ളാഹു നമുക്ക് പ്രപഞ്ചത്തിലെ നാം നിത്യേന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പൊരുളിനെ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്, പറഞ്ഞു തരുന്നത്. എന്നാൽ ഈ ആയത്തിനെ നമ്മളിങ്ങനെ ഇമാം ഷാറാബിയുടെ വിശദീകരണങ്ങളും അതുപോലെ തന്നെ തൊബരിയുടെ വായനകളിൽ ഇങ്ങനെ നോക്കിപ്പോയപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അത് എഴുതി വായിക്കണം തോന്നി. കാരണം അതിൽ കുറേ വിഷയങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ എന്താണ് ഇപ്പൊ ഈ പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഈ രാപ്പകലുകൾ വരുന്നത്? അത് സമതുല്യമാണോ? അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ? മനുഷ്യന് രാവിനെയും പകലിനെയും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സമതുല്യ രണ്ട് വേറിട്ട പ്രതിഭാസങ്ങൾ എന്ന നിലക്കാണോ? എന്തൊക്കെയാണ് ഇതിന്റെ പിറകിൽ അള്ളാഹു നമുക്കായി നിറച്ചു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും പൊരുളുകളും? എന്തുകൊണ്ടാണ് ഇവിടെ അള്ളാഹു തുടക്കത്തിൽ യൂലിജുൽ ലൈല എന്ന് പറഞ്ഞിട്ട് അവിടെ ഭാവികാല ക്രിയ ഉപയോഗിച്ചത്? പിന്നെ സൂര്യനെയും ചന്ദ്രനെയും പറയുമ്പോൾ എന്തിനാണ് വസഖറ ശംസ വൽ ഖമറ എന്ന് ഭൂതകാല ക്രിയ പറഞ്ഞു പോയത്? യൂലിജുൽ ലൈല ഫിന്നഹാരി എന്നുള്ളിടത്ത് യൂലിജു എന്നുള്ളത് ഭാവികാല ക്രിയയായി എന്തുകൊണ്ട് പറഞ്ഞു? പിന്നെ ഇല അജലി മുസമ്മ എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാം ആയുസ് എത്ര വരെയാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്? ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ വിഷയങ്ങൾ ഇതിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അതിനെ ഒന്ന് എഴുതി ഒരു രൂപത്തിലാക്കി നമുക്ക് വായിക്കാമെന്ന് നമ്മൾ പറയുണ്ടായി. അപ്പൊ ഞാനിത് ആർക്കെങ്കിലും
ഞാൻ എഴുതിയത് അയച്ചു തന്നിട്ട് ഒരാൾ വായിക്കുകയും അതിന് വിശകലനം നടത്തുകയും ചെയ്യാം എന്നാണ് കരുതിയത്. പക്ഷെ അതെനിക്ക് നേരം വൈകിയതുകൊണ്ട് അയച്ചു തരാൻ പറ്റിയില്ല. അപ്പൊ ഞാന് ആ എഴുതിയ ഭാഗങ്ങളെ ചെറിയ രൂപത്തിൽ ഒന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. ഇതിന്റെ വിശദീകരണത്തിൽ ഇമാം ഷഅറാവി പറഞ്ഞു പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതിനെ ഒന്നുകൂടി കുറച്ച് വിക്കിപീഡിയയിൽ നോക്കി അതിനെ മനസ്സിലാക്കിയ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഒന്നും കൂടി മനസ്സിലാക്കി പോയ കാര്യങ്ങളും ഞാൻ അതിൽ എഴുതി പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങള് അതൊന്ന് നോക്കി നോക്കി. അപ്പൊ ഇതിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇത് പ്രാപഞ്ചിക യാഥാർത്ഥ്യത്തെ കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് എന്ന് തുടങ്ങി പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശാലമായ ഇതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, വിശ്വാസിക്കും അവിശ്വാസിക്കും അനുസരണയുള്ളവനും അനുസരണ ഇല്ലാത്തവനും ഒരുപോലെ കാണാവുന്നൊരു പ്രതിഭാസമാണല്ലോ ഇത്. അപ്പോ അള്ളാഹു പ്രപഞ്ചത്തിന്റെ നാഥൻ രാപ്പകലുകളെ നമുക്കിടയിൽ വിഭജിച്ചു നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നാൽ അതൊരു യന്ത്രസമാനമായ കൃത്യമായ വിഭജനമല്ല. അതായത് അവർ പറയുന്നത് പോലെ അല്ലെങ്കിൽ നാം അറിയുന്നത് പോലെ ഗണിതശാസ്ത്രപരമായ ഒരു നിശ്ചിത കണക്കിൽ 24 മണിക്കൂർ വീതം തുല്യമായിട്ടല്ല അവ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ചിലപ്പോൾ 24 മണിക്കൂറിൽ നിന്ന് മിനിറ്റുകൾ കുറയുന്നതും ആ സമയം രാത്രിയുടെ ഭാഗത്തേക്ക് ചേർക്കപ്പെടുന്നതും അല്ലെങ്കിൽ തിരിച്ചും സംഭവിക്കുന്നത്. ഇങ്ങനെ ഈ ദിവസത്തിന്റെ മണിക്കൂറിൽ ഈ മാറ്റങ്ങള് നാം അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ പിന്നീട് അദ്ദേഹം ടോളമിയെ ഉദ്ധരിക്കുന്നുണ്ട്. ടോളമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്ലോഡിയസ് ടോളമേയസ് എന്ന് പറയുന്ന ഒരു ആസ്ട്രോണമി കൈകാര്യം ചെയ്ത പ്രശസ്തനായ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അതുകൊണ്ടാണ് ടോളമിയുടെ കാലം മുതൽ ലോകം മനുഷ്യര് അറിവുള്ളവർ ഇങ്ങനെ പറഞ്ഞിരുന്നത്. അതായത് ഒരു വർഷം എന്നത് കൃത്യമായി 365 ദിവസവും 5 മണിക്കൂറും 55 മിനിറ്റും 12 സെക്കൻഡുമാണ്. അപ്പൊ പിന്നീട് ഗണിതശാസ്ത്രപരമായ കണക്ക് കൂട്ടലുകളിലൂടെ അവർ ഒരു വർഷം എന്നത് 365.25 ദിവസമാണെന്ന്, അതായത് 365 ദിവസവും 1/4 ദിവസവും ആണെന്ന നിഗമനത്തിലെത്തി എന്ന നിഗമനത്തിലെത്തി. അപ്പോ ഒരു വർഷം എന്നുള്ളത് 365.25 ദിവസമാണ്. അതായത് 365 ദിവസവും 1/4 ദിവസവും ചേർന്നതാണ് ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോ 3 വർഷത്തിന് ശേഷവും 4ാമത്തെ വർഷത്തെ നമ്മൾ ക്രമീകരിക്കുന്നു. ഇതിനെയാണ് പുതിയ ലോകം സാധാരണ വർഷം എന്നും അധിക വർഷം ലീപ് ഇയർ എന്നും വിളിക്കുന്നത്. 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന വർഷങ്ങളെയാണ് അതിവർഷമായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിവർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ 29 ദിവസങ്ങൾ വരുന്നതും നഷ്ടപ്പെട്ട ആ അധിക സമയം നികത്താൻ വേണ്ടി ആ രൂപത്തിൽ നാം കലണ്ടറിനെ ക്രമീകരിച്ചതും എന്ന് അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറഞ്ഞു പോവുക. അപ്പൊ ഇവിടെ അദ്ദേഹം പറയാണ്, ഇവിടെ നമ്മൾ ദിവസം എന്ന് കേൾക്കുന്നുണ്ടല്ലോ. ദിവസം എന്ന വാക്ക്
രാവും പകലും ചേർന്നതിനെയാണ് നാം സൂചിപ്പിക്കുന്നത്. എന്നാൽ അവ തമ്മിലുള്ള വിഭജനം തുല്യമല്ല എന്നത് നാം അറിയണം. സർവശക്തനായ അള്ളാഹു അവന്റെ അതീവ ജ്ഞാനത്തോടെ ഭൂമിയിലെ എല്ലാ ഭാഗങ്ങളിലും ചൂടും തണുപ്പും വിതരണം ചെയ്യാൻ അവൻ ഉദ്ദേശിച്ചു. ഓരോ പ്രദേശത്തിനും അവിടുത്തെ ഭൂമിയിൽ സസ്യങ്ങൾ വളരാനും നമുക്കാവശ്യമായ ജീവനോപാധികൾ ലഭിക്കാനും വേണ്ട സാഹചര്യങ്ങൾ അവൻ ഒരുക്കി നൽകി. ഇതിന് തെളിവാണ് വേനൽക്കാലത്ത് മാത്രം വളരുന്ന സസ്യങ്ങളും ശൈത്യകാലത്ത് വളരുന്ന സസ്യങ്ങളും അതുപോലെ വസന്തകാലത്തും ശരത്കാലത്തും വളരുന്നവയും നമുക്കിടയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ ഈ സൂര്യന്റെ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് അഥവാ ദിവസങ്ങളുടെ രാവിന്റെ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് സമയമാറ്റങ്ങൾക്കനുസരിച്ച് പ്രപഞ്ചത്തിൽ നാം ഇത്തരത്തിലുള്ള എല്ലാ പ്രതിഭാസങ്ങളും അത്ഭുതങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭൂമിയുടെ അച്ചുതണ്ട് അതിന്റെ പരിക്രമണ പാതയിൽ നിന്ന് 23.5 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നുവെന്ന് നാം പിന്നീട് മനസ്സിലാക്കി. അതിനാൽ ഭൂമി നേരെ നിവർന്നു നിൽക്കുന്നില്ല. തൽഫലമായി ശൈത്യകാലത്ത് ഭൂമിയുടെ വലിയൊരു ഭാഗം രാത്രിയോട് അഭിമുഖമായും മറ്റൊരു ഭാഗം പകലോടും അഭിമുഖമായി വരുന്നു. അതുകൊണ്ടാണ് ശൈത്യകാലത്തെ രാത്രികൾ വേനൽക്കാലത്തെ രാത്രികളെക്കാൾ ദൈർഘ്യമേറിയതും തണുപ്പുള്ളതുമായി നമുക്ക് അനുഭവപ്പെടുന്നത്. ശൈത്യകാല രാത്രികൾ ഏറ്റവും ദൈർഘ്യമേറിയതാകുന്നത് കിയാക്ക് മാസത്തിലാണ്. അപ്പൊ കിയാക്ക് എന്ന മാസത്തെ കുറിച്ച് പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കുമ്പോൾ അതെന്താന്നുള്ളത് ഞാൻ കണ്ടത്, ഈ കോപ്റ്റിക് കലണ്ടറിന്റെ ഈ പുരാതന ഈജിപ്ഷ്യൻ കലണ്ടറിൽ 4ാമത്തെ മാസമായി രേഖപ്പെടുത്തിയ ഒരു മാസത്തിന്റെ പേരാണ് കിയാക്ക് എന്നുള്ളത്. അത് അറബിയില് കാഫ്, യാ, ഹാ, കാഫ് ഇങ്ങനെ ഈ 4 അക്ഷരങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കിയാ. അപ്പോ അതിലെ 4ാമത്തെ മാസമായിട്ട് രേഖപ്പെടുത്തിയ ഒരു മാസത്തിന്റെ പേരാണ്. അപ്പോ എല്ലാ വർഷവും സെപ്റ്റംബർ 11 ആരംഭിക്കുന്ന കോപ്റ്റിക് കലണ്ടറാണ് സഭ അതിന്റെ ഉത്സവങ്ങളും ആചാരങ്ങളും നിർണയിക്കുന്നതിനുള്ള മാർഗമായി സ്വീകരിച്ചിട്ടുള്ളത്. ഈ കോപ്റ്റുകൾ ഈ മാസത്തെ വിശുദ്ധമായി കണ്ടതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നീട് ഇത് വായിച്ചപ്പോൾ മനസ്സിലായത്, യേശു ക്രിസ്തു ജനിച്ച മാസമാണ് ജനുവരി എന്ന അവരുടെ ഒരു വിശ്വാസത്തില് എല്ലാ വർഷവും ജനുവരി 7 തുല്യമായ കിയാക്ക് കലണ്ടറിലെ 29 കോപ്റ്റിക് സഭ ക്രിസ്മസ് ആഘോഷിക്കുന്നു. അപ്പോൾ രാത്രിക്ക് 12 മണിക്കൂർ വരെ ദൈർഘ്യം വരാറുണ്ട്. അപ്പൊ അതിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മിസ്റിൽ തന്നെ നിലനിൽക്കുന്ന ഒരു കലണ്ടറിനെ, ഒരു പുരാതന ഈജിപ്ഷ്യൻ കലണ്ടറിനെ അദ്ദേഹം അതിൽ കൊണ്ടുവന്ന് അതിലെ ആ സംഭവത്തെ അദ്ദേഹം പിന്നീട് വിശദീകരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് വിപരീതമായി വേനൽക്കാലത്ത് സംഭവിക്കുന്നത് നോക്കൂ. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ഈ ചരിവ് പ്രപഞ്ചത്തിന്റെ എഞ്ചിനീയറിംഗിലെ ഒരു വലിയ രഹസ്യമാണ്. ജൂൺ 21 ഗ്രീഷ്മ അയനം അഥവാ സോൾസ്റ്റിക് ഗ്രീഷ്മ അയനം ആരംഭിക്കുന്നു. എന്താണ് ഗ്രീഷ്മ അയനം? സൂര്യന്റെ പ്രകാശപാത വടക്കോട്ട് മാറുന്നതിനെയാണ് ഉത്തരായനം എന്ന് പറയുന്നത്. ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖക്ക് 23.4 ഡിഗ്രി വടക്ക് നേർമുകളിൽ എത്തുന്നു. ഈ ദിവസത്തെ ഗ്രീഷ്മ അയനാന്ത ദിനം സമ്മർ സോൾസ്റ്റിക് എന്ന് വിളിക്കുന്നു. ഡിസംബർ 23 ശിശിര അയനം ആരംഭിക്കുന്നു. പിന്നീട് മാർച്ച് 21 വസന്ത വിഷുവം,
വിഷുവും എന്നുള്ളത് നമ്മൾ വിഷു എന്നല്ല നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രയോഗം തന്നെയാണ് കേട്ടോ. പിന്നെ വസന്ത വിഷുവം, പിന്നെ സെപ്റ്റംബറിന് ശരത്കാല വിഷുവം സംഭവിക്കുന്നു. വസന്ത വിഷുവത്തിലും ശരത്കാല വിഷുവത്തിലും രാവും പകലും തുല്യമായിരിക്കും. അപ്പോൾ അന്തരീക്ഷം ചൂടോ തണുപ്പോ ഇല്ലാത്ത മിതമായ അവസ്ഥയിലായിരിക്കും. അപ്പോ രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു. യൂലിജുല്ലൈല ഫിന്നഹാരി യൂലിജുന്നഹാറ ഫില്ലൈലി എന്ന് അള്ളാഹു പറയുന്നത് തേട്ട എന്താണെന്നാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. അള്ളാഹു രാവിനെ പകലിൽ ലയിപ്പിക്കുകയും പകലിനെ രാത്രിയിൽ ലയിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് നീ കണ്ടില്ലേ, നീ കാണുന്നില്ലേ എന്ന് പറയുന്നതിന്റെ പിറകിലുള്ള ആ വാക്കിന്റെ ഉള്ളിൽ ആ അള്ളാഹു അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ചുറ്റും നാം അനുഭവിക്കുന്നത്, എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രപഞ്ചത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, നാം ജീവിക്കുന്ന ഭൂമിയിൽ ഏതെല്ലാം തരത്തിലുള്ള അനുഗ്രഹങ്ങളുടെ വർഷമാണ് അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാനാണ് അദ്ദേഹം ഈ സംഗതികളെല്ലാം, ഈ ഋതുഭേദങ്ങളെ കുറിച്ചെല്ലാം അദ്ദേഹം പറഞ്ഞു പോകുന്നത്. അപ്പോ ഇവിടെ പിന്നെ ഈ പറഞ്ഞ ആയത്തിന് പിന്നെ അദ്ദേഹം പറയാണ്, രാവും പകലും തുല്യമായ വിഭജനമാണെന്ന് നിങ്ങൾ കരുതരുത്. കാരണം അള്ളാഹു തന്റെ യുക്തിജ്ഞാനത്താൽ രാവിന്റെ ഒരു ഭാഗത്തെ പകലിന്റെ ഭാഗത്തേക്കും പകലിന്റെ ഒരു ഭാഗത്തെ രാവിന്റെ ഭാഗത്തേക്കോ ചേർക്കുന്നു. അങ്ങനെ അവൻ ഉദ്ദേശിച്ച യുക്തിക്കനുസരിച്ച് ഒന്നിനെ വർദ്ധിപ്പിക്കുകയും മറ്റൊന്നിനെ കുറക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ നന്മക്കും അവന്റെ ജീവിത നിലനിൽപ്പിന് ആവശ്യമായ വിഭവങ്ങൾ നൽകുന്നതിനുമാണ് അള്ളാഹു ഇതെല്ലാം നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. രാപ്പകലുകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്കെല്ലാം അള്ളാഹുവിന്റെ അത്യുന്നതമായ യുക്തിയിൽ അധിഷ്ഠിതമായ കാരണങ്ങൾ ഉണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അദ്ദേഹം പറയാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവസത്തെ രാവും പകലും എന്ന് വിഭജിക്കുമ്പോൾ അത് ഒരേപോലെയുള്ളതോ തുല്യമോ ആയ വിഭജനമല്ല. ജീവിതത്തിൽ രാത്രിക്ക് അതിൻ്റെതായ ഒരു ദൗത്യമുണ്ട്, പകലിന് മറ്റൊരു ദൗത്യവും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മആശ, നാം രാത്രിയെ ഒരു വസ്ത്രവുമാക്കി പകലിന് നാം ഉപജീവനത്തിനുള്ള കാലവുമാക്കി എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ അദ്ദേഹം വിശദീകരിച്ചു പോവുകയാണ്. അപ്പൊ ഇവിടെ ലിബാസ്, വജഅൽനൽ ലൈല ലിബാസ, ലിബാസ് വസ്ത്രം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതിനുള്ളിൽ നമുക്ക് വിശ്രമിക്കാനും നമ്മെ തന്നെ മറക്കാനും സുരക്ഷിതരാകാനും കഴിയുന്ന ഒരു കവചം എന്നാണ് ഇവിടെ വസ്ത്രം എന്നുള്ളത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഉറങ്ങുമ്പോൾ വെളിച്ചം നല്ലതല്ല എന്ന് പിന്നീട് മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് തന്നെ തുഫിഉൽ മസാബിഹ, ഇദാ റഖത്തും, നിങ്ങൾ കിടക്കാൻ നേരത്ത് വിളക്കുകൾ അണക്കുക എന്ന പ്രവാചക വചനത്തിന്റെ അർത്ഥവും ആശയവും ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ബോധ്യപ്പെടുന്നുണ്ടല്ലോ. പിന്നെ ഖുർആനിൽ അള്ളാഹു വീണ്ടും അതിനെ എങ്ങനെയൊക്കെയാണ് അള്ളാഹു വിശദീകരിച്ചു പോകുന്നത്, ഈ രാപ്പകലിന്റെ മാറ്റത്തെ, മനുഷ്യന് അള്ളാഹു അതിലൂടെ നൽകിയ അനുഗ്രഹങ്ങളെ എങ്ങനെയൊക്കെയാണ് പിന്നീട് അള്ളാഹു ഖുർആനിൽ വിശദീകരിച്ചു പോകുന്നത്. വല്ലുഹ വല്ലൈലി ഇദാ സജ, അപ്പോ സൂര്യപ്രകാശത്തെ കൊണ്ടും ശാന്തമായ രാത്രിയെ കൊണ്ടും സത്യം. പിന്നീട് സൂറത്തുൽ ലൈലിലെ വല്ലൈലി ഇദാ യഖ്ഷ വന്നഹാരി ഇദാ തജല്ല, വന്നഹാരി ഇദാ തജല്ല, ആവരണം ചെയ്യുമ്പോൾ രാത്രിയെ കൊണ്ടും പ്രകാശിതമാകുമ്പോൾ പകലിനെ കൊണ്ടും സത്യം. രാത്രി ആവരണം ചെയ്യുമ്പോൾ രാത്രിയെ കൊണ്ടും പ്രകാശിതമാകുമ്പോൾ പകലിനെ കൊണ്ടും സത്യം. നിങ്ങളുടെ ജീവിതത്തിന്റെ
ഓരോ ചലനത്തിലും രാത്രിക്കും പകലിനും ഓരോ ദൗത്യമുണ്ടെന്ന് കാണിച്ചു തരാനാണിത് അള്ളാഹു വിശദീകരിക്കുന്നത്. പകൽ അധ്വാനത്തിനും പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്, രാത്രി സമാധാനത്തിനും വിശ്രമത്തിനും വേണ്ടിയുള്ളതാണ്. അനാവശ്യമായി ഈ രണ്ട് ദൗത്യങ്ങളെയും തമ്മിൽ കൂട്ടിക്കുഴക്കരുത്. എന്നാൽ ജോലിയുടെ സ്വഭാവം കാരണം രാത്രിയിൽ ജോലി ചെയ്യുകയും പകൽ വിശ്രമിക്കുകയും ചെയ്യേണ്ടി വരുന്നവർ ഇതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ അവരുമായിട്ട് ഈ വിഷയം ബന്ധപ്പെടുന്നില്ല. വളരെ അപൂർവമായി നടക്കുന്ന അത്തരം ജീവിത ഉള്ളവരെ കുറിച്ചല്ല, ഇത് ഭൂരിപക്ഷ മനുഷ്യരെ കുറിച്ചുള്ള ഒരു വിഷയമാണ് അള്ളാഹു ഇതിൽ പറഞ്ഞു പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, സൃഷ്ടാവായ അള്ളാഹു രാപ്പകലിലുള്ള ചലനത്തിൽ നിരവധി അത്ഭുതങ്ങളും രഹസ്യങ്ങളും നിക്ഷേപിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളിലൂടെ നാം അവയെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട്. പ്രപഞ്ചത്തിലെ ഓരോ രഹസ്യത്തിനും അത് വെളിപ്പെടാൻ ഒരു നിശ്ചിത സമയമുണ്ട് എന്നതാണ് സൃഷ്ടാവിന്റെ യുക്തി. അവൻ തന്റെ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ മുഴുവൻ ഒരൊറ്റ തലമുറക്ക് മാത്രമായി നൽകിയില്ല. ഒരുപക്ഷെ ഖുർആൻ അവതരിച്ച കാലത്തെ അക്ഷരജ്ഞാനമില്ലാത്ത ജനതയോട് ഇത്തരം ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ അന്ന് വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ അവർ അത് വിശ്വസിക്കാതെ ദൈവിക പ്രബോധനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമായിരുന്നു. അപ്പൊ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഷാറാവി തന്നെ ഖുർആന്റെ ചിന്തയിലെ, ഖുർആൻ നമുക്ക് മുന്നിൽ വെക്കുന്ന ചിന്തയുടെ ആഴത്തെ അള്ളാഹു എങ്ങനെയാണ് വിശദീകരിക്കുന്നത് എന്നത് നമ്മൾ സൂറത്ത് അൻആമിലെ ഒരു ആയത്ത് കൊണ്ട് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇതിനെ അദ്ദേഹം പലയിടങ്ങളിലായിട്ട് വിശദീകരിക്കുന്നത് എന്താണ് ഖുർആൻ എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ. അപ്പൊ എന്താണ് മുബാറക്ക്? ഈ വേദം ഒരു മുബാറക്കായ ഗ്രന്ഥാണ്. മുബാറക്കായ ഗ്രന്ഥം എന്ന് പറഞ്ഞാല് എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക് അവരുടെ ചിന്തയുടെ അളവനുസരിച്ച്, അവരുടെ പഠന ഗവേഷണങ്ങളുടെ തോതനുസരിച്ച് അള്ളാഹു ഈ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കും. അപ്പോ ഖുർആന് അത്തരം ചിന്തിക്കുന്ന മനുഷ്യർക്ക് അവന്റെ പേര് രാമനോ ജോർജോ മുഹമ്മദോ ആരോ ആയിക്കോട്ടെ, അള്ളാഹിന്റെ സൃഷ്ടികൾക്ക് ഈ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുള്ളതാണ് ഈ മുബാറക്ക് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുക മാത്രമാണ് മനുഷ്യൻ ചെയ്യുന്നത്. ആദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ. അപ്പൊ ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ മുമ്പിൽ അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. പക്ഷെ അവിടെ വീണ്ടും മൂന്നാളുകൾ കയറി വരികയാണ്. അവർ 3 പേരും അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അവരവസാനം പറയും, ഇതിൽ വലിയ ബർക്കത്തുണ്ട്. അപ്പോ എല്ലാവർക്കും പങ്കിട്ടെടുക്കുവാൻ പറ്റുന്ന ഒന്നിനെയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് തഫ്സീർ പറഞ്ഞില്ല. അവതരിച്ച ആയത്തുകളെ ആ സമയത്തുള്ള മനുഷ്യർ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൽ നിന്ന് അവര് ജീവിത പാഠങ്ങൾ ഉൾക്കൊണ്ടു. ഓരോ മനുഷ്യരും ഇതുപോലെ അവരുടെ സാഹചര്യങ്ങളിൽ, ഭൂമികയിൽ മാറിമറിയുന്ന അവരുടെ പ്രശ്നങ്ങളെ, മാറിമറിയുന്ന അവരുടെ ചിന്താ വിഷയങ്ങളെ ഇതുപോലെ പഠിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശുദ്ധ ദൈവീക വചനങ്ങൾക്ക് വ്യാഖ്യാനം പറയാതെ പോയത്. അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞിരുന്നുവെങ്കിൽ ലോകത്ത് ഒരൊറ്റ മുഫസ്സിർ ഉണ്ടാകൂലായിരുന്നു. നമ്മൾ ധാരാളം മുഫസ്സിരീങ്ങളെ കാണുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിന് കണിശമായതാ, ഇങ്ങനെയാണ് ഇതിന്റെ വ്യാഖ്യാനം എന്ന് റസൂല് പറയാതെ പോയതുകൊണ്ടാണ്. അങ്ങനെ റസൂലിന് പറയാൻ പറ്റില്ല, കാരണം അത് എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്കുള്ളതാണ്. അപ്പോ അള്ളാഹു അവതരിപ്പിച്ച ഓരോ ആയത്തുകൾക്കുള്ളിലും വാക്കുകൾക്കുള്ളിലും ഓരോ കാലത്തും മാറിമറിയുന്ന ജനപദങ്ങൾക്ക് അവരുടെ ചുറ്റുപാടുകളെ വീക്ഷിച്ച് അവരുടെ ചിന്താലോകത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഈ ഖുർആനെയും പ്രപഞ്ചത്തെയും കൈകാര്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ വാക്കിൽ
ഒരു പൂർണ്ണ രൂപത്തിൽ അതിനെ വിശദീകരിക്കാതെ പോയത്. അങ്ങനെ വിശദീകരിക്കാൻ കഴിയൂല. കാരണം ഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ, ഇത് മുബാറക്കായ ഒരു ഗ്രന്ഥമാണ്, ബർക്കത്താക്കപ്പെട്ട ഒന്നാണ്. ഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ മുസദ്ദിഖുൽ ലദീ ബൈന യദൈഹി വലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ. അപ്പോ എല്ലാ മനുഷ്യർക്കും, ഹൗലഹ എന്ന് പറയുമ്പോൾ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്, അത് ലോകത്തെ മുഴുവനുമാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് ചുറ്റും പറഞ്ഞാല് ഇത് അള്ളാഹു ആണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്, അല്ല നമ്മളല്ല. നമ്മൾ ഇതിന് ചുറ്റും പറഞ്ഞാല് ഞമ്മക്കൊരു പരിധിയുണ്ട്, ആ പരിധിയെ വെച്ചിട്ടാണ് നമ്മൾ ഹൗലഹ എന്ന് പറയുക. അപ്പൊ നമ്മളുടെ ചിന്തക്കനുസരിച്ച് അതിനെന്താക്കാൻ പാടില്ല, വിശദീകരിക്കാൻ പാടില്ല. അപ്പൊ അതിനപ്പുറം പടച്ച തമ്പുരാന്റെ ആ കാഴ്ചയിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥന്റെ ആ ഒരു ജ്ഞാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഹൗലഹ എന്നുള്ളതിന് വിശദീകരിക്കേണ്ടത് എന്ന് ഇമാം ഷാറാവി അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ ഈ രൂപത്തില് ഖുർആനെ നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ ഖുർആൻ അവതരിച്ച കാലത്തെ അക്ഷരജ്ഞാനമില്ലാത്ത ജനതയോട് ഇത്തരം ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ അന്ന് വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ അവർ അത് വിശ്വസിക്കാതെ ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമായിരുന്നു. ആധുനിക കാലത്ത് ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും പലർക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണിവ. ഉദാഹരണത്തിന് ഭൂമി ഗോളാകൃതിയിലാണെന്നും അത് സൂര്യനെ ചുറ്റുന്നുണ്ടെന്നും ശാസ്ത്രജ്ഞർ ആദ്യം പറഞ്ഞപ്പോൾ നമ്മൾ അത് വിശ്വസിച്ചിരുന്നില്ല. ബഹിരാകാശത്ത് നിന്നുള്ള ചിത്രങ്ങൾ അത് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് നമ്മൾ അത് പൂർണ്ണമായി ഉൾക്കൊണ്ടത്. പിന്നെ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു രഹസ്യം അനാവരണം ചെയ്യപ്പെടുന്നത് ചിലപ്പോൾ മനുഷ്യന്റെ ഗവേഷണങ്ങളുടെ ഫലമായിട്ടാവും. അങ്ങനെ ആ രഹസ്യം ആ ഗവേഷണത്തിന്റെ ഫലമായി പുറത്തു വരുന്നു. അല്ലെങ്കിൽ മനുഷ്യനോടുള്ള കാരുണ്യവും അനുഗ്രഹവും കാരണം അള്ളാഹു അത് ആകസ്മികമായി വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ടാണ് മിക്ക കണ്ടുപിടുത്തങ്ങളും മനുഷ്യർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതോ അതിനായി പ്രത്യേകമായി ശ്രമിച്ചതോ അല്ലാതെ ആകസ്മികമായി സംഭവിച്ചതെന്ന് നാം കാണുന്നത്. വിശുദ്ധ ഖുർആൻ രാവിലെയും പകലിനെയും കുറിച്ച് സംസാരിക്കുമ്പോൾ വിജ്ഞാനത്തിന്റെ ഏത് ഘട്ടത്തിലുള്ളവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള പൊതുവായ പരാമർശമാണ് നടത്തുന്നത്. സൂറത്ത് ഇസ്രായിലെ ഒരായത്താണ്. അപ്പൊ ഇവിടെ രാവിലെ പകലിനെയും നാം രണ്ട് ദൃഷ്ടാന്തങ്ങളാക്കി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് രാവ് പകല് ഇതെല്ലാം അള്ളാഹു കൊണ്ടുവരുന്നത്? അത് നിങ്ങൾക്ക് സമയവും വർഷവും നിർണയിക്കാനാണ്, നിങ്ങളുടെ ജീവിതോപാധികൾ കണ്ടെത്താനാണെന്ന് പറഞ്ഞിട്ട് സൂറത്ത് ഇസ്രായിലെ ആ ആയത്ത് കുറച്ചുകൂടി ഗാഢമായി അതിനെ വിശദീകരിച്ചു പോകുന്നുണ്ട്. അപ്പോ സൂറത്ത് ഫുർഖാനില് അള്ളാഹു പറയുന്ന ഒരു ആയത്ത്, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ശുകൂറ. അവൻ തന്നെയാണ് ഉത്ബുദ്ധനാകാൻ ഉദ്ദേശിക്കുന്നവർക്കും നന്ദി പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി രാവിലെയും പകലിനെയും ഒന്നിന് പിറകെ ഒന്നായി ആക്കി തന്നവൻ. അപ്പൊ ഈ ഖിൽഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഖിൽഫത്ത് എന്ന വാക്കിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന വലിയ ആശയത്തെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഖിൽഫത്ത് എന്ന വാക്ക് ഒന്നിന് പിറകെ ഒന്നായി എന്ന ഒരു അർത്ഥം വരുന്ന ഈ വാക്കിന്റെ ഉള്ളിൽ ഭൂമി ഗോളാകൃതിയിലുള്ളതാണ് എന്നൊരു വലിയ ആശയത്തെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഖിൽഫത്ത് എന്ന വാക്കിനർത്ഥം ഒന്ന് മറ്റൊന്നിന് പകരമായി വരികയോ ഒന്നിന് ശേഷം മറ്റൊന്ന് വരികയോ ചെയ്യുന്നു എന്നാണ്. ഇത് ഇന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. പകലിന് ശേഷം രാത്രിയും രാത്രിക്ക് ശേഷം പകലും വരുന്നു. എന്നാൽ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ ഈ അവസ്ഥയെ നമുക്ക് എങ്ങനെയാണ് സങ്കല്പിക്കാൻ കഴിയുക? അത് വിശദീകരിക്കാൻ. സൃഷ്ടികർമ്മത്തിന്റെ തുടക്കത്തിൽ ഭൂമി സൂര്യന് അഭിമുഖമായാണ് നിലനിന്നതെങ്കിൽ
പകൽ ആയിരിക്കും ആദ്യം ഉണ്ടായിരിക്കുക. അപ്പോൾ പകലിന് മുമ്പ് ഒന്നുമില്ലാത്തത് കൊണ്ട് അത് മറ്റൊന്നിന്റെ തുടർച്ചയല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നീട് സൂര്യൻ അസ്തമിക്കുമ്പോൾ രാത്രി ഉണ്ടാകുന്നു, അത് പകലിന്റെ തുടർച്ചയായി വരുന്നു. നേരെ മറിച്ച് ഭൂമി സൂര്യന് അഭിമുഖമല്ലാത്ത അവസ്ഥയിലാണ് അത് ഉണ്ടായതെങ്കിൽ ആദ്യം ഉണ്ടായത് രാത്രിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പ് മറ്റൊന്നില്ലാത്തത് കൊണ്ട് അതും ഒരു തുടർച്ചയാണെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പോ വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹു എന്താണ് അതിലൂടെ ഉദ്ദേശിച്ചത് എന്നതേ പറയാം. അപ്പൊ ഭൂമി, അപ്പൊ ഈ ഖിൽഫത്ത് എന്ന വാക്ക് ഒന്നിനെ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു പരന്ന ഒരു പ്രതലത്തിൽ സംഭവിക്കുന്നതാകുമ്പോൾ രാത്രി ഉണ്ടാകുക എന്നുള്ളത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പകൽ ഉണ്ടാകുക എന്നുള്ളത് തുടർച്ചയായിട്ട് വരിക എന്നുള്ള ഒരു പ്രതിഭാസം സംഭവിക്കൂല. അപ്പോ ഇവിടെ വിശുദ്ധ ഖുർആനിലെ ഈ സംഭവം, അപ്പൊ ഒന്ന് മറ്റൊന്നിനെ തുടർന്നു വരുന്നു എന്നുള്ളത് നമുക്ക് ഖുർആനിലെ ഈ വചനത്തിലൂടെയല്ലാതെ ഈ പ്രതിഭാസം നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് സൃഷ്ടിയുടെ തുടക്കം മുതൽക്കേ അവ രണ്ടും ഒന്നിന് പിറകെ ഒന്നായിട്ടാണ് നിലനിൽക്കുന്നത്. ഭൂമി ഗോളാകൃതിയിലാണെങ്കിൽ മാത്രമേ ഈ അവസ്ഥ സാധ്യമാകൂ. അത് ഒരു പരന്ന പ്രതലമാണെങ്കിൽ ഒരിക്കലും ഈ തുടരുക, ഒന്ന് മറ്റൊന്നിന് പിന്തുടരുക എന്നുള്ള ഖിൽഫത്ത് എന്ന ഒന്നുണ്ടാവൂല. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഒരു ഭാഗം സൂര്യന് അഭിമുഖമായിരിക്കുമ്പോൾ അവിടെ പകലും അതേസമയം മറുഭാഗത്ത് രാത്രിയുമായിരിക്കും. പിന്നീട് ഭൂമി കറങ്ങുമ്പോൾ ഓരോ ഭാഗവും മറ്റേതിന് പകരമായി ഒന്നിന് പിറകെ ഒന്നായി വരുന്നു. ചുരുക്കത്തിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഈ കാര്യങ്ങൾ ഏറെ യുക്തിബദ്ധമാണ്. അവ ശാസ്ത്രത്തോട്, മനുഷ്യന്റെ പഠന ഗവേഷണങ്ങളോട് ഒരിക്കലും വൈരുദ്ധ്യം പുലർത്തുന്നില്ല. എന്നിട്ട് അദ്ദേഹം നമ്മളുടെ ഈ തെറ്റായ ചില സമീപനങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. 1928-30 കാലങ്ങളില് പണ്ഡിതന്മാര് 7 ആകാശങ്ങൾ എന്നതിനെ സൂര്യനെ ചുറ്റുന്ന 7 ഗ്രഹങ്ങൾ എന്ന രൂപത്തിലാണ് അത്ര വിശദീകരിച്ചിരുന്നത്. അപ്പൊ ശാസ്ത്രത്തെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാനാണ് അവരന്ന് അങ്ങനെ ചെയ്തിരുന്നത് എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നത്. എന്നാൽ അതിനുശേഷം നെപ്റ്റ്യൂണ്, പിന്നീട് പ്ലൂട്ടോ എന്നിവ കൂടി മനുഷ്യ ദൃഷ്ടിക്ക് സാധ്യമാക്കാൻ അള്ളാഹു തീരുമാനിച്ചു. അങ്ങനെ ഗ്രഹങ്ങളുടെ എണ്ണം 9 വർദ്ധിച്ചു. ആ വ്യാഖ്യാനം തെറ്റാണെന്ന് അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തി. അപ്പൊ ഇന്ന് 9 അല്ല. ഇമാം ഷാറാവി 92 മരിച്ചു. ഇന്ന് പുതിയ ലോകത്ത് ഇന്ന് എത്രയാണ് ഗ്രഹങ്ങൾ, എത്രയെന്നാ കുട്ടികൾ പഠിക്കുന്നത്? 8 ഇതാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഖുർആൻ ഉപയോഗിച്ചു പോകുന്ന വാക്കുകളുടെ ആളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം 9 എന്ന് പറഞ്ഞതുകൊണ്ടാണ്, നമ്മൾ എഴുതിയതുകൊണ്ടാണ്. ഇന്ന് കുട്ടികൾ 9 പറഞ്ഞാല് ആ കുട്ടിക്ക് മാർക്ക് കിട്ടൂല, അത് തെറ്റായിരിക്കും. അപ്പൊ പ്രപഞ്ചത്തില് അള്ളാഹുവിനെ ഉൾക്കൊള്ളാത്തവരിലൂടെയും നാം അറിയുന്ന നിരവധി അത്ഭുതങ്ങളെ അള്ളാഹു കൊണ്ടുവരും. പടച്ചോന് കീഴ്പ്പെടാൻ നിർബന്ധമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതാണ്, ഒരു മനുഷ്യന് പടച്ചോന് ഈ പ്രപഞ്ചത്തെ പഠിക്കാനോ പ്രപഞ്ച രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരാനോ പടച്ചോന് കീഴ്പ്പെടേണ്ട ആവശ്യമില്ല. അത് അള്ളാഹു ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു കൊടുക്കും. പിന്നെ ചില ആളുകള് എന്തുകൊണ്ടാണ് ഈ ചിന്താലോകത്തുള്ള പഠന ഗവേഷണ മേഖലയിലുള്ള ഭൂരിപക്ഷ മനുഷ്യരും എന്തുകൊണ്ടാണ് പടച്ചോനെ നിഷേധിക്കുന്നത് എന്നുള്ളത്, അതിലൊരു മനഃശാസ്ത്രം ഉണ്ട് എന്നുള്ളതാണ്. അതെന്താന്ന് വെച്ചാല് ഇതിന്റെ പിറകിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ കഴിവാണെന്ന് പറഞ്ഞാല് ഞാൻ കണ്ടെത്തിയ പൊരുളാണ് എന്ന് പറയുന്നതിൽ എന്തുണ്ടാവില്ല, വലിയ ഒരു ഗാംഭീര്യം ഉണ്ടാവില്ല. അപ്പോ ആ ഗാംഭീര്യം, ഞാൻ എന്നുള്ള ഭാവത്തെ, ഇന്ന വ്യക്തി എന്നുള്ള ഒന്നിനെ എടുത്തുകാട്ടാൻ ഇതെല്ലാം പ്രപഞ്ചത്തിലെ ഒരു മഹാശക്തി സംവിധാനിച്ചു വെച്ച ഒന്നാണ് എന്ന് പറഞ്ഞാൽ
ഞാൻ എന്നുള്ള ഭാവത്തിനോ ഞാൻ കണ്ടെത്തി എന്ന് പറയുന്നതിലോ ഒരു വലിയൊരു രസം ഉണ്ടാവില്ല എന്ന് ഇവർ തിരിച്ചറിയുന്നുണ്ട്. തന്റേതായ ഭാവപ്രകടനങ്ങളെ മറ്റുള്ളവന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ദൈവനിഷേധം എന്നുള്ളത് അവൻ ആവശ്യമായി വന്നു. അപ്പൊ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യന് ഇതിന്റെ പിറകിൽ ഒരു മഹാശക്തിയുടെ കരമുണ്ട് എന്ന് പറയാതെ പോകുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനക്ക് എന്തുണ്ടാവൂല. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാല് അവന് ഞാൻ കണ്ടെത്തി എന്ന് പറയുന്നതിൽ വലിയൊരു സുഖം അവനക്ക് തോന്നൂല. അപ്പൊ ആ സുഖത്തെ നിലനിർത്തുവാൻ അവന് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവനിഷേധത്തിലൂടെ ചെയ്യുന്നത് എന്നത് ഇന്ന് പുതിയ ലോകത്ത് നമുക്ക് അത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ ചുറ്റുള്ള മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ചിലവര് പ്രശസ്തിക്ക് വേണ്ടി, ചിലവര് അവരുടെ ശാരീരിക ഇച്ഛാ പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാമാണ് ദൈവത്തെയും ദൈവ നിയമങ്ങളെയും നിഷേധിക്കുക. നമ്മൾ വരുന്നതിന് മുമ്പേ ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട്. നമ്മൾ കാണാത്ത അറിയാത്തൊരു ലോകത്ത് വന്നവരാണ് നമ്മൾ. ഇവിടെ പുഴ ഉണ്ട് എന്നോ കടലുണ്ട് എന്നോ പർവ്വതങ്ങളുണ്ട് എന്നോ സൂര്യനും ചന്ദ്രനും നക്ഷത്രാദി ഗോളങ്ങളും ഉണ്ടെന്നോ ഇവിടെ പഴങ്ങളും കായ്ക്കനികളും പൂക്കളും സുഗന്ധവും ഉണ്ടെന്നോ ഒന്നും ഞമ്മക്കറിയില്ല. എന്നാലും നമ്മൾ ഇവിടെ വന്നതെല്ലാം അനുഭവിക്കുകയാണ്, നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വരുന്നതിന് മുമ്പേ നാം മാത്രമല്ല, ലോകത്ത് എല്ലാ മനുഷ്യരും വരുന്നതിന് മുമ്പേ അള്ളാഹു ഇതെല്ലാം അവന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സൂര്യനുണ്ട്, ഇവിടെ ചന്ദ്രനുണ്ട്, എല്ലാം ഉണ്ട്. അള്ളാഹു ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോ മനുഷ്യന്റെ ഒരു ഇടപെടലുമില്ലാതെ, മനുഷ്യന്റെ ഒരു കൈവിരുതുമില്ലാതെ ഈ പ്രപഞ്ചത്തെ ഏറ്റവും മനോഹരമാക്കി അള്ളാഹു നമുക്ക് മുമ്പേ വെച്ചിട്ടുണ്ട്. അള്ളാഹു ഈ പ്രപഞ്ചത്തെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, പടച്ചോനെ നന്നായി തിരിയാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ ഒരു ചിത്രം കാണുമ്പോഴാണല്ലോ ആ ചിത്രകാരന്റെ കഴിവിനെ നമ്മൾ വാനോളം പുകഴ്ത്തുന്നത്, അയാളെ നമ്മൾ ഉപഹാരങ്ങൾ നൽകാൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോ ആ ചിത്രം തന്നെ അയാൾ കോപ്പി അടിച്ചത് ഇക്കാരം. അതുപോലും നമ്മൾ ആ ചിത്രത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മറന്നു പോകാറുണ്ട്. ആ ചിത്രം അയാൾ കണ്ട ഒന്നിനെ കോപ്പി അടിച്ചതാണ് എന്നുള്ള ചിന്ത പോലും ആ നിമിഷം നമ്മൾ മറന്നു പോകും. നമ്മൾ ആ കലാകാരനിലേക്ക് മാത്രം നമ്മുടെ മനസ്സും ചിന്തയും ചേർന്ന് നിൽക്കും. അയാളുടെ സർഗ പ്രതിഭയെ, സർഗ കഴിവിനെ നമ്മൾ ഹൃദയം കൊണ്ടും വാക്കുകൊണ്ടും വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കും. എന്നാൽ അയാൾ എവിടെയോ നടന്നു പോയപ്പോൾ, ഏതിലൂടെയോ അയാള് സഞ്ചരിച്ചപ്പോൾ അയാൾ കണ്ട മനോഹരമായ ഒരു താഴ്വാരയുടെ ചിത്രമാണ് അയാൾ ആ ക്യാൻവാസിലേക്ക് പകർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനപ്പുറം ഇതിന്റെ ഒരു ഒറിജിനൽ രൂപം എവിടെയോ ഉണ്ട് എന്നും അതിന്റെ സംവിധായകൻ ഈ മനുഷ്യനല്ല എന്നും അതിനപ്പുറം അതിന്റെ പിറകിൽ ഒരു മഹാശക്തി ഉണ്ടെന്നും മനുഷ്യന് ചിന്തിക്കൂല. ഒരു ചിത്രത്തിലേക്ക് നോക്കി ആ ചിത്രകാരന്റെ കഴിവിനെ പുകഴ്ത്തുന്ന മനുഷ്യൻ അതിന്റെ ഒറിജിനൽ രൂപത്തെ അവന്റെ മുമ്പിൽ നൽകിയ സർവശക്തനായ സൃഷ്ടാവിന്റെ മഹത്വത്തെ, അളമത്തിനെ അറിയുകയോ അവന്റെ മുമ്പിൽ ശിരസ് നമിച്ച് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്യില്ല. ഇതാണ് മനുഷ്യൻ. അപ്പോ നമ്മൾ വരുന്നതിന് മുമ്പേ ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇമാം ഷാറാബി പറയാണ്, പ്രപഞ്ചത്തിൽ അവിശ്വാസികളിലൂടെ പോലും, പടച്ചോനെ കീഴ്പ്പെടാത്തവരിലൂടെ പോലും നാം അറിയുന്ന നിരവധി അത്ഭുതങ്ങളെ അള്ളാഹു കൊണ്ടുവരും. വിശ്വാസിയുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢപ്പെടുത്താനായി അള്ളാഹു ആ ശക്തിയുടെ ഏകത്വത്തെ അംഗീകരിക്കാത്തവരിലൂടെയും ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നത് ശ്രദ്ധേയമാണ്. നമ്മുടെ ഭൂമിയിലെ ഒരു ദിവസം എന്നത് രാവും പകലും ചേർന്ന 24 മണിക്കൂറാണെന്ന് നാം പറഞ്ഞല്ലോ. എന്നാൽ മറ്റു ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോ സൂര്യനെ ചുറ്റുന്ന മറ്റു ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെ കുറിച്ച് മനുഷ്യ പഠനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്തുള്ളത് ബുധൻ,
മെർക്കുറിയാണെന്നും പിന്നീട് ശുക്രൻ, വീനസ്, എർത്ത്, ഭൂമി, മാർസ്, ചൊവ്വ, പിന്നെ ജൂപ്പിറ്റർ, വ്യാഴം, പിന്നെ എന്താണ് ശനി, അതുപോലെ തന്നെ നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ആണ് സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ളത് എന്നിങ്ങനെയാണ് അവയുടെ ക്രമമെന്നും നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ നോക്കിക്കോളിയും, ഈ ഗ്രഹങ്ങളിലെ ദിവസങ്ങളുടെ അത്ഭുതങ്ങളിൽ ഒന്നാണ് ശുക്രൻ, വീനസ്. ഭയങ്കര സംഭവം. ഞാൻ പിന്നെ ഇമാം ഷഹറാവിയുടെ വ്യാഖ്യാനം കണ്ടിട്ട് ഇന്നലെ ഞാൻ കുറെ ഇരുന്ന് വായിച്ചു നോക്കി, പല സംഭവവും ഞാൻ നോക്കി. അപ്പോ അതിൽ പറയുന്നത് പിന്നെ ഈ ശുക്രനിലെ ഒരു ദിവസം നമ്മുടെ 243 ദിവസങ്ങൾക്ക് തുല്യമാണ്. ശുക്രനിലെ ഒരു ദിവസം കേട്ടോ, എത്രയാണ്? 243 ദിവസങ്ങൾക്ക് തുല്യമാണ്. എന്നാൽ അവിടുത്തെ ഒരു വർഷം, ശുക്രനിലെ ഒരു വർഷം നമ്മുടെ 225 ദിവസങ്ങൾക്ക് തുല്യവുമാണ്. അതായത് ശുക്രനിലെ ഒരു ദിവസം അതിന്റെ ഒരു വർഷത്തേക്കാൾ ദൈർഘ്യമേറിയതാണ്. ഒരു ദിവസം അതിന്റെ ഒരു വർഷത്തേക്കാൾ ദൈർഘ്യമേറിയതാണ്. അപ്പൊ 243 ഭൂമിയിലെ ദിവസങ്ങൾക്ക് തുല്യമാണ് അവിടുത്തെ ഒരു ദിവസം. അപ്പൊ ആയുസ് കൂടണമെന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ മതി. അപ്പോ നിങ്ങൾ 63 പിന്നെ വയസ്സ് എന്നുള്ളത് അതിന്റെ ഡബിൾ ആയിക്കാരം കിട്ടുക. ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ ഈ കുറച്ചു മുമ്പുള്ള ഒരു പിന്നെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം അന്ന് പറഞ്ഞത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരുപക്ഷെ ഇതിൽ ഈ വായിക്കുന്ന ആളുകൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞത് 2026 ആകുമ്പോഴേക്കും നമ്മൾ എന്താക്കണം, ചൊവ്വയിലേക്കുള്ള സഞ്ചാരങ്ങൾക്ക് വാതിൽ തുറക്കണം എന്നാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് സൂര്യൻ അതിന്റെ രൗദ്രഭാവം അത് ശക്തി പ്രാപിക്കുന്നു, മനുഷ്യന് ഭൂമിയിൽ വസിക്കാൻ പറ്റുന്ന സാഹചര്യം ഓരോ കാലം കഴിയും തോറും, വർഷങ്ങൾ കഴിയും തോറും ഇല്ലാതെയായി പോകുന്നു. അപ്പൊ മനുഷ്യവാസത്തിന് നിലനിൽപ്പിന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് റീപ്ലേസ് ചെയ്യണം എന്നാണ് മനുഷ്യനെ. എങ്ങോട്ട്? ചൊവ്വയിലേക്ക്. അപ്പൊ ചൊവ്വയിലേക്ക് മനുഷ്യനെ റീപ്ലേസ് ചെയ്യണം. അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ പോയിട്ട് ബോംബിട്ട് അവിടുത്തെ മലകളെല്ലാം തകർത്ത് അവിടെ സമനിരപ്പാക്കി മനുഷ്യന് വാസയോഗ്യമാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് നിലവിലുള്ള വാദം അങ്ങനെയാണ്, അത് പെട്ടെന്ന് നടക്കണം എന്നാ. പക്ഷെ അതിനെ ശാസ്ത്രലോകം അന്ന് തന്നെ എതിർത്തായിട്ട് ആ പത്ര റിപ്പോർട്ടിന് താഴെ ഉണ്ടായിരുന്നു, അതിനൊന്നും ഭയപ്പെടേണ്ടതില്ലാന്ന്. ഇനി ഇമാം ഷഹറാവി അദ്ദേഹത്തിന്റെ പഠന ഗവേഷണങ്ങളിലൂടെ അള്ളാഹു ഖുർആനിലൂടെ അദ്ദേഹത്തിന് പറഞ്ഞൊരു സംഭവം ഇതിന്റെ അവസാനം പറയുന്നുണ്ട്. മനുഷ്യര് പേടിക്കണോ പേടിക്കണ്ടേ എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ നമുക്കൊന്ന് പോയി വെക്കാം. ശുക്രനെ കുറിച്ച് അറിയേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്നിട്ട് ആ മാഗസിനിൽ പറയുന്ന സംഭവം, ഒരു പക്ഷത്തെ നിങ്ങൾക്ക് ഒന്നാമതായി അതിന്റെ ദൈർഘ്യമാണ്. സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ പൂർണ്ണമായി കറങ്ങാൻ അഥവാ ഭ്രമണം ചെയ്യാന് ശുക്രന് 243 ഭൗമദിനങ്ങൾ വേണ്ടി വരുന്നു. എന്നാൽ സൂര്യനെ ഒരു തവണ വലം വെക്കാൻ, അത് പരിക്രമണം ചെയ്യാന് 225 ഭൗമദിനങ്ങൾ മാത്രമാണ് ആവശ്യം. അതായത് ശുക്രനിലെ ഒരു ദിവസം അവിടുത്തെ ഒരു വർഷത്തേക്കാൾ വലുതാണ്. മറ്റൊന്ന് അതിന്റെ വിപരീത ദിശയാണ്. ഈ വീനസ് ഉണ്ടല്ലോ, സാധാ ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെയല്ല കറങ്ങുന്നത്. അപ്പോ ഭൂമി ഉൾപ്പെടെയുള്ള മിക്ക ഗ്രഹങ്ങളും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എന്താണത് കറങ്ങുന്നത്. എന്നാൽ ശുക്രന് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് കറങ്ങുന്നത്. അതുകൊണ്ടാണ് അവിടെ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്ക് അസ്തമിക്കുന്നത്. പടിഞ്ഞാറ് സൂര്യൻ ഉദിച്ച് കിഴക്ക് അസ്തമിക്കുന്ന ഒരു ഗ്രഹമുണ്ട് നമ്മളെ ഈ ഭൂമിയോട് അടുത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ ഓരോ ദൃഷ്ടാന്തങ്ങളാണ്. ഭയങ്കര രസമാണല്ലേ. അതുകൊണ്ട് പടച്ചോനങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് നോക്കി മനസ്സിലായി. നമ്മൾ എപ്പോഴും പറഞ്ഞ സംഭവമാണ്. എന്താണ് ഇപ്പൊ നമ്മളെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ ഭ്രമണപഥം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് വ്യത്യസ്തമായത് കൊണ്ടാണ് എന്നതിനാലാണ് ഒരു ഗ്രഹം സ്വന്തം അച്ചുതണ്ടിൽ ചുറ്റുന്നതിലൂടെയാണ് ദിവസം ഉണ്ടാകുന്നത്. എന്നാൽ സൂര്യന് ചുറ്റും വലം വെക്കുന്നതിലൂടെയാണ് വർഷം ഉണ്ടാകുന്നത്. ഖുർആനിക ശൈലിയിലെ കൃത്യമായ
പ്രപഞ്ച ഖുർആനിക ശൈലിയിലെ പിന്നെ ആ കൃത്യമായ അവതരണം ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പറയണം വസഖറ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി എന്ന് പറയുന്നതിലെ സഹറ എന്ന വാക്ക് അത് എന്തുകൊണ്ടാണ് ഭൂതകാല ക്രിയയിൽ ഉപയോഗിച്ചത്? യൂലിജുല്ലയിലെ പിന്നഹാരി യൂലിജുൻ നഹാറ എന്നുള്ളിടത്ത് യൂലിജു എന്നുള്ളത് വർത്തമാന ക്രിയയിൽ എന്തുകൊണ്ടാണ് അള്ളാഹു ഉപയോഗിച്ചത്? അപ്പൊ അതിന് രാപ്പകലുകളുടെ ചലനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ യൂലിജു എന്ന വർത്തമാന ക്രിയയാണ് ഉപയോഗിച്ചത്. എന്നാൽ സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ സഹറ എന്ന ഭൂതകാല ക്രിയയും ഉപയോഗിച്ചു. അത് എന്തുകൊണ്ടാണെന്നാല് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ചന്ദ്രന്മാരെ കീഴ്പ്പെടുത്തുക എന്നത് ഒരു തവണ മാത്രം സംഭവിക്കുകയും പിന്നീട് അത് ആ രീതിയിൽ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്ത കാര്യമാണ്. അതിനാൽ അതിന് ഭൂതകാല ക്രിയ അനുയോജ്യമായി. എന്നാൽ രാവിനെ പകലിനെ പ്രവേശിപ്പിക്കുന്നതും പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നതും എന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതും ഓരോ ദിവസവും ആവർത്തിക്കപ്പെടുന്നതുമായ കാര്യമാണ്. അതിനാൽ അതിന് ആവർത്തനത്തെ സൂചിപ്പിക്കുന്ന വർത്തമാന ക്രിയയാണ് അനുയോജ്യമായത്. ഇനി എന്താണ് കുല്ലു യജ്രി ഇല അജലി മുസമ്മ? അജലി മുസമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് അദ്ദേഹം ഇനി വിശദീകരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇതെല്ലാം വായിച്ചപ്പോഴേ നമ്മളെ അറിവിന്റെ പിന്നെ ഞമ്മക്ക് പഠിച്ചവനെ ഇതിനെ കുറിച്ചൊന്നും അറിയാതെ പോയല്ലോ. ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് നമ്മളൊന്നും പഠിച്ചില്ലല്ലോ. നമ്മൾ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പിന്നെ ഗോളശാസ്ത്രത്തിൽ നന്നായിട്ട് പഠിക്കേണ്ടിയിരുന്നു, നന്നായിട്ട്. പക്ഷെ പഠിക്കാനൊക്കെ സമയം കിട്ടോ. പക്ഷെ നല്ലൊരു അധ്യാപകന് ഒരു ആസ്ട്രോണമിയിലും കൈകാര്യം ചെയ്യാൻ നല്ല കഴിവുള്ള ആൾക്കാർ നമ്മളെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ആയത്തെല്ലാം വിശദീകരിച്ച് പോകുമ്പോൾ അവര് ഇതിന്റെ എല്ലാം തന്നെ അത്ഭുതങ്ങളിലേക്ക് കൂടി ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം കേൾക്കുന്നവർക്ക് നന്നായിട്ട് ബോധ്യപ്പെടാന് നമ്മള് നിസാരമായിട്ട് ജീവിക്കേണ്ടതല്ലാന്നും നമുക്ക് ചുറ്റും എപ്പോഴും ഇത്തരത്തിലുള്ള മഹാ അത്ഭുതങ്ങൾ നമുക്ക് ചുറ്റും അള്ളാഹു നിറച്ചു വെച്ചിട്ടുണ്ടെന്നും അതെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ ഈ ഭൂമിയിൽ കഴിയേണ്ടതെന്നും അതിലേക്ക് നോക്കി അതിനെക്കുറിച്ച് ചിന്തിച്ച് അള്ളാന്റെ അളമത് നന്നായിട്ട് ബോധ്യപ്പെട്ട് നമ്മൾ ജീവിക്കണമെന്ന് നമ്മളെ മക്കൾക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇമാം ഷാറാവി കുറെ സംഗതികൾ ഇങ്ങനെല്ലാം അദ്ദേഹം വിശദീകരിച്ചു പോകുന്നുണ്ട്. അപ്പോ നമ്മളെ ഇതിൽ നല്ല കഴിവുള്ള ആൾക്കാരുണ്ടാവും. ഇത് നമ്മളല്ലത് ശരിക്കും പറയേണ്ടത്. ഓരോ വിഷയത്തിലും പ്രാവീണ്യമുള്ള പണ്ഡിതന്മാരുണ്ടാവുമല്ലോ. ഇപ്പോ ഫിസിക്സിൽ കഴിവുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ ബയോളജിയിൽ കഴിവുള്ളവരുണ്ടാവും, മാത്സിൽ കഴിവുള്ളവരുണ്ടാവും. അപ്പൊ ഈ സംഗതികളെല്ലാം തന്നെ സയൻസിന്റെ വ്യത്യസ്തങ്ങളായ ശാഖകളിൽ കഴിവുള്ള ആൾക്കാർ നമ്മളെ ഈ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ ഓരോന്നും ഓരോ ആയത്തും വ്യാഖ്യാനിക്കേണ്ടത് ആ കഴിവുള്ള ആൾക്കാരാണ്, അതിലുള്ളവരാണ്. അല്ല നമ്മളല്ല ഇതൊന്നും പറയേണ്ടത്. അപ്പോ നമ്മള് പറയാൻ നിർബന്ധിതനായതുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞു എന്നുള്ളൂ. കഴിവുള്ളവര് വിശദീകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ മക്കൾക്കും നമ്മുടെ തലമുറകൾക്കും അള്ളാഹു ഈമാനിനെ അവനോടുള്ള ഹൃദയബന്ധത്തെ രൂഢമൂലമാക്കി നിർത്തുവാനും പ്രപഞ്ചത്തെക്കുറിച്ചും അതിലെ അള്ളാഹുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ചും ഏറ്റവും നന്നായി മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഏകത്വത്തെയും അവന്റെ മഹത്വത്തെയും അവന്റെ അളവത്തിനെയും നന്നായി തിരിഞ്ഞ് ജീവിക്കുന്ന സച്ചരിതരായ മനുഷ്യരില് അള്ളാഹു നമ്മെയും നമ്മുടെ തലമുറകളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. വാഹൃദാവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.